ഹലോ. ഇന്ന് ഞാനുണ്ടല്ലോ ഓസ്ട്രേലിയ വന്നിട്ട് ആദ്യമായിട്ട് കോഫ്സ് ഹാർബറിലെ സിറ്റി സെൻറ്റർ സൺഡേ മാർക്കറ്റിൽ പോയതാണ്. ഇതാണ് നമ്മുടെ സിറ്റി സെൻറ്റർ സൺഡേ മാർക്കറ്റ്. പണ്ട് ബോംബെയിലും ഡൽഹിയിലും ഒക്കെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് സൺഡേ മാർക്കറ്റ്, ഫ്രൈഡേ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞ വിശാലമായ ഒരു ഷോറൂം തന്നെ വഴിനീളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ആദ്യമായിട്ടാണ് നമ്മളിത് ഇതുപോലെ ഒരു സൺഡേ മാർക്കറ്റിലേക്ക് പോകുന്നത് കേട്ടോ. എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കണ്ടാലോ. അപ്പോൾ നമുക്കെല്ലാം ഒന്ന് കറങ്ങി നോക്കിയാലോ. നമ്മുടെയൊക്കെ പറമ്പിൽ കൂടെ കാട് പിടിച്ച് കിടക്കുന്ന ആ ചുണ്ടങ്ങാമിടുക്കനല്ലേ ഈ പൈകറ്റി ഇരിക്കുന്നത് അല്ലേ? പിന്നെ എവിടെ നോക്കിയാലും കാടും പടലേ ഇഷ്ടം പോലെയുണ്ട്. മത്തങ്ങയുടെ വള്ളി മൂട് മുതൽ വള്ളി അടക്കം, പിന്നെ മധുരക്കിഴങ്ങിൻ്റെ വള്ളി മൂട് മുഴുവനായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇവിടുത്തുകാർ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. വല്ല സാലഡിലൊക്കെ ഇടാനായിരിക്കും. അതുപോലെ എല്ലായിടത്തും ചെടികളൊക്കെ ഉണ്ട്. കറിവേപ്പില മാത്രം ഞാൻ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. അത് മാത്രമല്ല, ബാക്കിയെല്ലാം ഉണ്ട്. ഇവിടെയാണ് കാടും പടലയും കൂടെ ആസ്ഥാന സമ്മേളനം നടത്തുന്ന സ്ഥലം. അതുപോലെ ഇതേ ഇത്രയും ബാമ്പു ഒക്കെ എവിടെ നിന്ന് കിട്ടുന്നാവോ? ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ആ ബാമ്പു കടയിൽ വയ്ക്കാൻ വെച്ചേക്കുന്നത് കണ്ടിരുന്നത്. അല്ലാതെയും ഞാൻ കണ്ടിട്ടില്ല. ഈ ബാമ്പുവിൻ്റെ കൂമ്പ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് കണ്ടില്ലേ, മത്തിപ്പുളി. ഇതൊക്കെ നാട്ടിൽ കൂടെ തപ്പി നടന്നിട്ട് പോലും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ വരേണ്ട വന്ന് ഇതൊക്കെ കാണാനായിട്ട്. ഇതുപോലെ ഒരുപാട് വ്യത്യസ്തമായ സാധനങ്ങൾ ഞാൻ കണ്ടായിരുന്നു ഇവിടെ. ഇത് നമ്മുടെ എന്തുവാ, മുരിങ്ങ ചട്ടിക്കകത്തിരിക്കുന്നു. അതുപോലെ ഇത് കണ്ടോ, മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി സ്റ്റാർ കണ്ടോ, സ്റ്റാർ ആണെന്ന് പറഞ്ഞ് പേപ്പറിനുണ്ടാക്കി വെച്ചേക്കുന്നത്. പിന്നെ ബാക്കിയൊക്കെ കുറേ പവിഴവും മുത്തുമൊക്കെ ഉണ്ട്. നമുക്ക് പിന്നെ അതൊന്നും വേണ്ടല്ലോ. നമ്മൾ തന്നെ ഒരു പവിഴമായ സ്ഥിതിക്ക് നമുക്ക് എന്തിനല്ലേ കടലിലെ പവിഴം. പിന്നല്ല ഭൂമിയിൽ ഇതേ നമ്മളായിട്ടൊരു പവിഴം നിൽക്കുന്നു. പിന്നെയാണത് പോകാൻ പറയും. അപ്പം നമുക്കിത് അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊക്കെ നമ്മൾ മേടിച്ചിട്ട് നമ്മളിങ്ങനെ ഈ സിറ്റി മാർക്കറ്റിൽ കൂടി ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണേ. ആ വരുന്ന ചേച്ചിയുടെ കയ്യിലോട്ട് നോക്കി, ആടിന് ചപ്പ് കൊണ്ടുവന്ന പോലെ ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെ ആടിനും പശുവിനും മാത്രമേ കൊണ്ടുപോകാറുള്ളൂ. നമ്മളൊന്നും ഇത്രയും പച്ചക്കറികളും ഇലവർഗ്ഗങ്ങളൊന്നും കഴിക്കാറില്ല. പക്ഷേ ഇവിടുത്തുകാർ നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് പിന്തുടരുന്നത്. അതുകൊണ്ട് ഇതുപോലെ കാടും പടലയും ഒക്കെ അവരുടെ ഭക്ഷണത്തിൽ അവർ സ്ഥിരം ഉൾപ്പെടുത്തും കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇതുപോലെ കാടും പടലയും കൊണ്ടുവന്നത് ആകെ പശുവിനും ആടിനും ഒക്കെ കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. ഇതേ നമ്മുടെ കുഞ്ഞൻ ഓറഞ്ച് മുതൽ ഇവിടെയും ഉണ്ട് കുറേ വെറൈറ്റി സാധനങ്ങൾ കേട്ടോ. നമ്മുടെ നാട്ടിലാർക്കും വേണ്ടാത്ത പപ്പായ വളരെ വെറൈറ്റി ആയിട്ടൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ പല നിറങ്ങളിലും വർണ്ണങ്ങളിലും ക്യാപ്സിക്കം. പിന്നെ ഇതേ ഇവിടെയുണ്ട് കാടും പടലേ. ഒരു കാട്ടിൽ പോയിട്ട് ഇറങ്ങി വന്നൊരു പ്രതീതിയായി. അങ്ങനെ നമ്മൾ സിറ്റി മാർക്കറ്റിൽ ഏകദേശം ഊടാടി സഞ്ചരിച്ച് കഴിഞ്ഞു കേട്ടോ. എല്ലായിടത്തും ഒന്നും പോയില്ല, കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് എല്ലായിടത്തും ഒന്നും പോകാതെ അത്യാവശ്യം എല്ലായിടവും കണ്ട്. ഇത് കണ്ടോ, ആ പച്ച വാഴയ്ക്ക കണ്ടോ, അതിൻ്റെ പ്രത്യേക സ്റ്റൈലിലെ കാണാനായിട്ട്. എന്നിട്ട് നമ്മളിത് വേറെ സ്റ്റോറിലേക്ക് പോവാണ് സിറ്റി മാർക്കറ്റിൽ നിന്ന്. വന്ന സ്ഥിതിക്ക് നമ്മൾ ഇവിടെയും കൂടെ ഒന്ന് ചുമ്മാ കയറിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് കണ്ടാലോ അല്ലേ. കുറച്ച് ബീറ്റ്റൂട്ട് മേടിക്കാനായിരുന്നു കേട്ടോ. അവിടെ ഞാൻ ബീറ്റ്റൂട്ട് കണ്ടില്ല. അപ്പോൾ ഇവിടുന്ന് ബീറ്റ്റൂട്ട് മേടിച്ചു. പിന്നെ ഈ സാധനം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എനിക്കും അറിയത്തില്ല. അതുകൊണ്ട് അതവിടെ തിരിച്ച് തന്നെ വെച്ചു. പിന്നെ ഇതേ നമ്മൾ ഗ്രേപ്സൊക്കെ നോക്കി ഇങ്ങനെ പോയപ്പോൾ ഇവിടെയും കണ്ട് കുറച്ച് വെറൈറ്റി കാണിച്ചു തരാം കേട്ടോ.
ഇതാണ് മഞ്ഞ ബീറ്റ്റൂട്ട്. നിങ്ങൾ ആരെങ്കിലും മഞ്ഞ ബീറ്റ്റൂട്ട് കണ്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതാണ് നമ്മുടെ മഞ്ഞ ബീറ്റ്റൂട്ട്. കണ്ടല്ലോ, അവർ കാണാതെ ഞാനൊന്ന് ഉള്ളിൽ പൊളിച്ച് നോക്കിയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. ടാറ്റാ.